സുഹ്റാൻ മംദാനി എന്നു പേരുള്ള ഇന്ത്യൻ വംശജനായ ഒരു ചെറുപ്പക്കാരൻ ന്യൂയോർക്കിൽ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ ന്യൂയോർക്കിൽ മേയറാകാൻ അദ്ദേഹത്തിന് സാധിച്ചു. 34 വയസ്സായിട്ടുള്ളൂ. ന്യൂയോർക്കിൽ മേയറാകുന്ന ആദ്യത്തെ ഏഷ്യൻ വംശജനും ആദ്യത്തെ മുസ്ലിം സാമുദായ അംഗവുമാണ് മംദാനി. അദ്ദേഹത്തിൻ്റെ വിജയം സ്വാഭാവികമായിട്ടും ലോകമെമ്പാടും വാർത്തയായി. പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ചെറുപ്പക്കാരൻ ഒരു കാരണവശാലും ന്യൂയോർക്കിൽ ജയിക്കാൻ പാടില്ല എന്ന രീതിയിൽ ഒരു ഉഗ്ര ശാസനം പുറപ്പെടുവിച്ചു. അതിനെ കൂടി മറികടന്നിട്ടാണ് അദ്ദേഹം ജയിക്കുന്നത് എന്നൊരു സവിശേഷതയുണ്ട്. പിന്നെ ഒരു ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിം സമുദായ അംഗം, ഏഷ്യൻ വംശജൻ, അതിലുപരി അല്പം വ്യത്യസ്തമായ ഒരു സാമ്പത്തിക സാമൂഹ്യ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന വ്യക്തി. ഈ നിലകളിലൊക്കെ അദ്ദേഹം തികച്ചും വ്യത്യസ്തനാണ്. ആ വിജയത്തിന് അതിൻ്റെതായ മാനങ്ങളും തലങ്ങളുമുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും അത് വലിയ വാർത്തയായി. മംദാനിയുടെ വിജയത്തിൽ ഇവിടെ വലിയൊരു വിഭാഗം ആളുകൾ മതിമറന്ന് ആഘോഷിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷക്കാരാണ്, പ്രത്യേകിച്ച് CPM-കാർ, DYFI-യുടെ SFI-യുടെ ഒക്കെ ധർമ്മഭടന്മാർ. ഇതാ ന്യൂയോർക്കിൽ, ലോക സാമ്പത്തിക തലസ്ഥാനമായ ന്യൂയോർക്കിൽ ഒരു ഇടതുപക്ഷക്കാരൻ, ഒരു സഖാവ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു വായ്ത്താരി. പിന്നെ ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലെ ചില മതമൗലികവാദികളാണ്. അവർ നോക്കുമ്പോൾ നമ്മുടെ സമുദായക്കാരനായ ഒരാൾ അവിടെ ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു അട്ടിമറി വിജയമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഈ ന്യൂയോർക്കിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പ്രത്യേകിച്ച് വിവരമൊന്നുമില്ല എന്നുള്ളത് ഇത് തന്നെ വ്യക്തമാണ്. ന്യൂയോർക്ക് സംസ്ഥാനം പൊതുവിലും ന്യൂയോർക്ക് നഗരം പ്രത്യേകിച്ചും ഡെമോക്രാറ്റ് പാർട്ടികൾക്ക് പ്രാമുഖ്യമുള്ള പ്രദേശമാണ്. അവരുടെ സ്ഥാനാർത്ഥികൾ അവിടെ ജയിക്കും. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഡെമോക്രാറ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നാമനിർദ്ദേശം ലഭിച്ച ആ നിമിഷം മുതൽ തന്നെ അദ്ദേഹം മേയറായി തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പറയത്തക്ക സ്വാധീനം ആ സ്റ്റേറ്റിലും ആ നഗരത്തിലും ഇല്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ന്യൂയോർക്ക് നഗരം നമ്മൾ കാണുന്ന പോലെ അമ്പരചുംബികളായ കെട്ടിടങ്ങളും അതിസമ്പന്നരായ ആളുകളും മാത്രമുള്ള സ്ഥലമല്ല. അവിടെ വെറും സാധാരണക്കാരായ ആളുകളുണ്ട്. ടാക്സി പിടിക്കാൻ പൈസ ഇല്ലാതെ ട്രാമിലും അല്ലെങ്കിൽ ഈ മെട്രോയിലും യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. വെളുത്ത വർഗ്ഗക്കാരോളം ഇല്ലെങ്കിലും അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന രീതിയിൽ കറുത്ത വർഗ്ഗക്കാരുണ്ട്. മെക്സിക്കോയിൽ കുടിയേറിയ ഹിസ്പാനിക്കുകളുണ്ട്. ഇന്ത്യൻ വംശജരുണ്ട്. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്ന ആളുകളുണ്ട്. ആഫ്രിക്കൻ അമേരിക്കൻസ്, കറുത്ത വർഗ്ഗക്കാർ ധാരാളം പേരുണ്ട്. അങ്ങനെ ഒരു വലിയ ജനസഞ്ചയം അവിടെ ഉണ്ട്. സമ്പന്നരായ ആളുകളെക്കാൾ വളരെ കൂടുതലാണ് ദരിദ്രരായ ആളുകൾ, നിത്യവൃത്തിക്ക് വക കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ. അപ്പോൾ ഈ നികുതി ഭാരം ആര് പേരണം എന്നതിനെ കുറിച്ച് ഒരു തർക്കം അമേരിക്കയിൽ എല്ലായിടത്തും ഉണ്ട്. സമ്പന്നരായ ആളുകൾ കൂടുതൽ നികുതി കൊടുക്കണം, അതിൻ്റെ ഒരു പങ്ക് കൊണ്ട് ദരിദ്രരെ തീറ്റിപ്പോറ്റണം എന്ന അഭിപ്രായക്കാരാണ് ഡെമോക്രാറ്റ് പാർട്ടിക്കാർ. അത് പറ്റുകയില്ല. വെളുത്ത വർഗ്ഗക്കാരുടെ തറവാട്ട് വകയാണ് അമേരിക്ക. അതുകൊണ്ട് കറുത്ത വർഗ്ഗക്കാരും തുല്യ നിലയിൽ ഭാരം പേരണം എന്ന അഭിപ്രായക്കാരാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ കൂടുതൽ. അപ്പം ഇങ്ങനെ പിന്നെ കുടിയേറ്റക്കാരെ സംബന്ധിച്ച് എന്തായിരിക്കണം നയം, ഇവർക്ക് സൗജന്യം അനുവദിക്കുന്നത് എന്തുമാത്രം എന്ന കാര്യത്തിലൊക്കെ വലിയ തർക്കം അവിടെ രാജ്യത്തുണ്ട്. നമ്മുടെ നാട്ടിൽ നോക്കി പെട്ടെന്ന് അത് മനസ്സിലാവുകയില്ല. ഏതായാലും ആ തർക്കം നിലനിൽക്കുന്ന ഈ ന്യൂയോർക്ക് നഗരത്തിൽ അത് വളരെ രൂക്ഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വളരെ കൂടുതലാണ്. അപ്പോൾ ദരിദ്രരുടെ വോട്ട്, സാധാരണക്കാരുടെ വോട്ട്, ഇടത്തരക്കാരുടെ വോട്ട് കൂടുതൽ ആർക്ക് ആകർഷിക്കാൻ കഴിയും ആ സ്ഥാനാർത്ഥിയെ ജയിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഡെമോക്രാറ്റുകൾക്ക് മേൽക്കൈ കിട്ടിയിട്ടുള്ളത്. മംദാനിയും ഏതാണ്ട് ഈ രീതിയിലുള്ള പ്രചരണം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിൻ്റെ നയപരിപാടി ഇതിന് അനുഗുണമായിട്ടുള്ള ഒന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഭരണഭാരം കിട്ടുകയാണെങ്കിൽ ബസ് യാത്ര സൗജന്യമാക്കും, അതുപോലെ ദരിദ്രർക്ക് പാർപ്പിടം കൂടുതൽ ഒരുക്കും, കൂടുതൽ പേർക്ക് ഈ സൗജന്യങ്ങൾ ലഭിക്കും, സമ്പന്നർക്ക് കൂടുതൽ നികുതി കൊടുക്കേണ്ടതായിട്ട് വരും, ദരിദ്രരെ നികുതി ഭാരത്തിൽ നിന്ന് ഒഴിവാക്കും. ഏതാണ്ട് നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ പോലുള്ള വാഗ്ദാനങ്ങളാണ് അദ്ദേഹം നടത്തിയത്. കെജ്രിവാളിന് ഈ ഡൽഹിയിലെ സാധാരണക്കാരിൽ നിന്ന് വലിയ പിന്തുണ കിട്ടി. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് ആം ആദ്മി പാർട്ടി എന്നായിരുന്നു. ഇവിടെ മംദാനി മുന്നോട്ട് വയ്ക്കുന്ന ആശയം അത് തന്നെയാണ്. അദ്ദേഹം അവിടുത്തെ ഒരു ആം ആദ്മിക്കാരനാണ്. ഇനി ഇവിടുത്തെ ആം ആദ്മി പാർട്ടിയുടെ തത്വവും പ്രത്യയശാസ്ത്രവുമാണോ പുള്ളി അവിടെ പയറ്റിയത് എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഈ വാഗ്വിലാസവും അദ്ദേഹത്തിൻ്റെ യുവത്വവും അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലതയും പിന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പ്രത്യയശാസ്ത്രവും
ന്യൂയോർക്കിലെ സാധാരണക്കാരെ സ്വാധീനിച്ചു, ഇടത്തരക്കാരെ സ്വാധീനിച്ചു, തൊഴിലില്ലാത്തവരെ സ്വാധീനിച്ചു, കുടിയേറ്റക്കാരെ സ്വാധീനിച്ചു, ഇന്ത്യൻ വംശജരെ സ്വാധീനിച്ചു. അത് മൊത്തത്തിൽ അദ്ദേഹത്തിന് ഗുണകരമായി അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചു. ഇനി അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുള്ളൂ. അദ്ദേഹം പാലിക്കാൻ കഴിയട്ടെ, അദ്ദേഹത്തിന് ആ ന്യൂയോർക്കിനെ കൂടുതൽ മെച്ചപ്പെട്ട സ്ഥലമാക്കി മാറ്റാൻ കഴിയട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റ് രാഷ്ട്രീയ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ആളുകൾ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന് നരേന്ദ്രമോദിയോട് വലിയ എതിർപ്പാണ്, സ്വാഭാവികമാണ്. അദ്ദേഹം വല്ലാതെ എതിർക്കുന്ന മറ്റൊരാൾ ബെഞ്ചമിൻ നെതന്യാഹുവാണ്. നെതന്യാഹു എന്തെങ്കിലും കാരണത്താൽ ന്യൂയോർക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു രാഷ്ട്ര തലവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിചാരിച്ച പോലും സഹായിക്കില്ല. കാരണം ഈ രാഷ്ട്ര തലവന്മാർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതിന് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, രാഷ്ട്ര തലവന്മാരുടെ ഇമ്മ്യൂണിറ്റി ഉണ്ട്, നയതന്ത്ര പ്രതിനിധികൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അവരെ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ പോലും അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യാനോ ശിക്ഷിക്കാനോ ഒരു രാജ്യത്തിനും അധികാരമില്ല. ഇപ്പോൾ പാകിസ്ഥാൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്ന് പോക്കറ്റ് അടിച്ചു എന്ന് വിചാരിക്കും, അദ്ദേഹത്തെ പോക്കറ്റ് അടി കേസിൽ പ്രതിയാക്കി നമ്മുടെ പോലീസിനെ അറസ്റ്റ് ചെയ്യാനോ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാനോ പറ്റില്ല. ഇതാണ് സ്ഥിതി. അപ്പൊ ഇത് ഏത് രാജ്യത്തിനും തുല്യ നിലയിൽ ബാധകമാണ്. മമതാരിക്ക് ഇത് അറിയാത്തതൊന്നുമല്ല. അദ്ദേഹം ഈ കേൾവിക്കാരെ ഇളക്കാൻ വേണ്ടി നടത്തിയ പ്രസംഗമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. അതിനുള്ള അധികാരമൊന്നും ന്യൂയോർക്ക് മേയർക്കില്ല. ഞാൻ വളരെ ലളിതമായ ഒരു ടെസ്റ്റ് നിർദ്ദേശിക്കാം. ഇതേപോലെ ഒരു ഇസ്രായേൽ വിരുദ്ധനും പാലസ്തീൻ അനുകൂലിയുമാണ് ഈ ന്യൂയോർക്ക് നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കഴിഞ്ഞ് ഈ യുദ്ധത്തിൽ മരിച്ച, രണ്ടാം ലോക യുദ്ധത്തിൽ മറ്റും മരിച്ച ധീര സൈനികരുടെ പേര് വിവരം രേഖപ്പെടുത്തിയൊരു വലിയ മതിലുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് അവിടെ നിന്നാണ് വാൾ സ്ട്രീറ്റ് ആരംഭിക്കുന്നത്. ലോക സാമ്പത്തിക തലസ്ഥാനം എന്ന് പറയുന്നത് വാൾ സ്ട്രീറ്റ്. അവിടെയാണ് ന്യൂയോർക്കിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും മറ്റുമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് തൊട്ട് മുമ്പ് വാൾ സ്ട്രീറ്റ് തുടങ്ങുന്ന സ്ഥലത്ത് ഒരു കാളയുടെ, അതും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു ചിഹ്നമാണ്, കാളയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചത്. അതിനും അപ്പുറത്ത് റോഡ് സൈഡിൽ ഒരു വലിയ കൊടിമരത്തിൽ അമേരിക്കയുടെ പതാക പാറിപ്പറക്കുന്നത് സ്വാഭാവികമാണ്. കാരണം അമേരിക്കയാണ് അവിടെ പതാക പാറിപ്പറക്കും. ഞാൻ പറയാൻ വന്നത് അതിന് തൊട്ടാപ്പുറത്ത് തുല്യ നിലയിൽ, തുല്യ ഉയരവും തുല്യ വണ്ണവും ഉള്ള മറ്റൊരു പോസ്റ്റ് ഉണ്ട്, ഫ്ലാഗ് പോസ്റ്റ്. ആ പോസ്റ്റിൽ പാറിപ്പറക്കുന്നത് ഇസ്രായേലിന്റെ പതാകയാണ്. ഈ സുഹ്റാൻ മംദാനിക്ക് എന്തെങ്കിലും ആർജവം ഉണ്ടെങ്കിൽ, അതായത് പറഞ്ഞ വാക്കിന് വിലയുണ്ടെങ്കിൽ ആ പതാക ഒന്ന് അഴിപ്പിക്കട്ടെ. അതിന് അദ്ദേഹത്തിന് അധികാരം ഉണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാം. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്തു കയ്യാമം വെച്ച് വഴി കൂടെ എടുത്തു. അതൊന്നും അവിടെ നടക്കില്ല. അമേരിക്ക എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ്. അവിടുത്തെ ചെറിയ പല 50 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമാണ് ന്യൂയോർക്ക്. ആ ന്യൂയോർക്ക് സംസ്ഥാനത്തെ ഒരു നഗരമാണ് ആ ന്യൂയോർക്ക് നഗരം. ന്യൂയോർക്കിലെ മേയർ എന്ന് പറഞ്ഞാൽ താത്വികമായിട്ട് നമ്മുടെ തിരുവനന്തപുരം മേയർ, അല്ലെങ്കിൽ കൊച്ചി മേയർ, തൃശ്ശൂർ മേയർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മേയർ മാത്രമാണ്, ഒരു ലോക്കൽ ബോഡിയുടെ തലവൻ മാത്രമാണ്. ന്യൂയോർക്ക് വലിയ ഒരു നഗരമായതുകൊണ്ടും അവരുടെ ഒരു വർഷത്തെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ബഡ്ജറ്റിന് ഏതാണ്ട് 4 ഇരട്ടി ഉള്ളതുകൊണ്ടും പിന്നെ ആ നഗരത്തിന്റെ പ്രത്യേകത കൊണ്ടും ഇദ്ദേഹം വഹിക്കുന്ന പദവി കൊണ്ടും ചെറുപ്പം കൊണ്ടും ഊർജ്ജസ്വലത കൊണ്ടും ഒക്കെ അദ്ദേഹത്തിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടി എന്ന് മാത്രമേ. അല്ലാതെ അതിൽ കവിഞ്ഞ അധികാരമൊന്നും അദ്ദേഹത്തിന് ഇല്ല. ഇസ്രായേലിനെതിരായിട്ടോ അല്ലെങ്കിൽ ഉത്തര കൊറിയക്കെതിരായിട്ടൊന്നും യുദ്ധം പ്രഖ്യാപിക്കാനോ ഫ്രാൻസിലേക്കോ ജർമ്മനിയിലേക്കോ ഒന്നും 7ാം കപ്പൽപ്പട അയക്കാനോ ന്യൂയോർക്ക് മേയർ വിചാരിച്ചാൽ പറ്റിയില്ല. പുള്ളി ഒരു മേയർ മാത്രമാണ്. പിന്നെ വർത്തമാനം പറയുമ്പോൾ വലിയ വായിൽ വർത്തമാനം പറയും എന്നുള്ളത് അദ്ദേഹത്തിന് ചെറുപ്പം കൊണ്ടായിരിക്കാം, പക്വത കുറവുകൊണ്ടായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. അതിൽ കവിഞ്ഞ കാര്യമൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുകയില്ല. ന്യൂയോർക്കിലെ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഈ മംദാനി എന്ത് ചെയ്യും എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണുന്നത്. അദ്ദേഹത്തിന് എല്ലാ വിജയ ആശംസകളും നേരുന്നു. അത് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാനോ അല്ലെങ്കിൽ കയ്യാമം വെച്ച് വഴി കൂടി നടത്താനോ അല്ല. ന്യൂയോർക്കിലെ സാധാരണക്കാരുടെ ജീവിതം അല്പം കൂടി മെച്ചപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ അതിനു വേണ്ടിയിട്ട്